الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാഉ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് ദുആ അൻഫഉൽ ഔദിയ, ഏറ്റവും നല്ല ശമനം, ചികിത്സ, മരുന്ന് അത് ദുആ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങൾ, അതിന്റെ അദബുകൾ എന്നിവ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് ദുആ ചെയ്യുമ്പോൾ അതിൽ തവസ്സുലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും തൗഹീദിനെയും മുൻനിർത്തി ദുആ ചെയ്താൽ അത് ഉത്തരം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ദുആകൾ ഹദീസിൽ വന്നിട്ടുള്ളതാണ് അടുത്തത് കൊടുക്കുന്നത്. ഫമിൻഹ മാ ഫി സുനൻ വസഹീഹ് ഇബ്നു ഹിബ്ബാൻ മിൻ ഹദീസി അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദ عن أبيه أن رسول الله صلى الله عليه وسلم سمع رجلا يقول. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി പറയുന്നത് കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി അന്നി അശ്ഹദു അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു നീ അല്ലാഹുവാണ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൽ അഹദ് അസ്സമദ്, ഏകനായവൻ, സ്വന്തം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റെല്ലാവരും ആശ്രയിക്കുന്നവൻ. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എങ്ങനെയുള്ളവനാണ്? ജനിച്ചവനുമല്ല, അതുപോലെ ഒരു സന്താനവുമില്ല, അവനെ പോലെ മറ്റാരുമില്ല, അങ്ങനെയുള്ളവനാണ് നീ എന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅല അല്ലാഹ ബിൽ ഇസ്മിൽ അഅ്ളം അല്ലദീ ഇദാ സുഇല ബിഹി ഉഅ്തിയ വഇദാ ദുഇയ ബിഹി അജാബ. തീർച്ചയായും അവൻ ചോദിച്ചിട്ടുള്ളത്, അല്ലാഹുവിനോട് ചോദിച്ചിട്ടുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന്റെ മഹത്തായ നാമം കൊണ്ടാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇദാ സുഇല ബിഹി ഉഅ്തിയ, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ നൽകപ്പെടും. വഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അസ്മാഉൽ ഹുസ്ന, ധാരാളം നാമങ്ങളുണ്ട്, ഉത്തമമായിട്ടുള്ള നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ദുആയിൽ തവസ്സുൽ ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതിൽ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറയുന്നത്. അത് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും കൃത്യമായിട്ട് ഹദീസുകൾ ഇന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് വന്നിട്ടില്ല. ചിലർ അത് അല്ലാഹ് എന്നുള്ള നാമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ നാമങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പല അഭിപ്രായങ്ങൾ കാണാം. എന്നിരുന്നാലും ഇങ്ങനെ ഒരു നാമം, അള്ളാഹുവിന്റെ മഹത്തായ നാമം, അത് മുൻനിർത്തി ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യം അള്ളാഹു നൽകാനും അതുപോലെ തന്നെ ദുആ ഉത്തരം ചെയ്യപ്പെടാനും സാധ്യതയുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ ഒന്നുകൂടി വിശാലമായി പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ആവശ്യം എന്താണോ, ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ ആവശ്യം എന്താണോ, ആ സമയത്ത് ഏറ്റവും യോജിച്ച നാമം കൊണ്ട് ദുആ ചെയ്യുക. അപ്പോൾ ആ നാമം ആ സമയത്ത് അവന്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നതിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് വിശദീകരിച്ചതും കാണാം. അപ്പൊ ഈ ലഫ്ള്, ഇപ്പൊ ഈ പറഞ്ഞ ദുആയിലുള്ള ലഫ്ള്, അതിൽ ഇസ്മുല്ലാഹിൽ അഅ്ളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് ചോദിച്ചാൽ ഉത്തരം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നൽകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള ദുആകൾ നമ്മൾ പഠിക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാം. ഫി സുനൻ വസഹീഹ് ഇബ്നു ഹിബ്ബാൻ അയ്ളൻ മിൻ ഹദീസ് അനസ് ഇബ്നു മാലിക് അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ വറജുലൻ യുസല്ലി. ഒരിക്കൽ അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്, അനസ് ഇബ്നു മാലിക് ഒപ്പമുണ്ട്. വറജുലൻ യുസല്ലി, അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. ثم دعا فقال, നിസ്കാരം കഴിഞ്ഞപ്പോ അയാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കാണ് എല്ലാ ഹംദും. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല.
അൽ മന്നാൻ, നീ മന്നാനാണ്, എല്ലാവിധ മിന്നത്തുകളും നൽകുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ ജലാലത്തും എല്ലാവിധ മഹത്വവും എല്ലാവിധ ആദരവും ഉള്ളവനെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ എന്ന് ഈ ദുആ ചെയ്തു. فقال النبي صلى الله عليه وسلم, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لقد سأل الله باسمه العظيم الذي إذا دعي به أجاب وإذا سئل به أعطى. ഇവൻ ദുആ ചെയ്തിട്ടുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ലം കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഈ ദുആകൾ നമ്മൾ പഠിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് തേടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ലഫ്ളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വഫീ ജാമിഇ തിർമിദി മിൻ ഹദീസ് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇസ്മുല്ലാഹിൽ അഅ്ലം ഫീ ഹാതൈനിൽ ആയതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുള്ളത് ഈ രണ്ട് ആയത്തുകളിലാണ്. എന്നിട്ട് സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനു അർറഹീം. അതുപോലെ വഫാത്തിഹത്തി ആലി ഇമ്രാൻ, ആലി ഇമ്രാനിന്റെ തുടക്കത്തിലുമാണ് എന്ന് പറഞ്ഞു. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. ഈ രണ്ടായത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അർ-റഹ്മാനു റഹീമാണ്, ഹയ്യുൽ ഖയ്യൂമാണ്, ഇലാഹാണ്, അല്ലാഹു ആണ് എന്നെല്ലാം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു അള്ളാഹുവിന്റെ അസ്മാവുകൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പറയുന്നത്. അപ്പൊ ഇസ്മുല്ലാഹിൽ അഅ്ലം ഉപയോഗിക്കുക എന്നുള്ള മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നാം പറഞ്ഞല്ലോ, നമ്മുടെ ആവശ്യം എന്താണോ ആ സമയത്ത് നാം ഉപയോഗിക്കുന്ന നാമം. ഇപ്പൊ ഒരാൾക്ക് ദാരിദ്ര്യമാണ്, റിസ്ഖില്ല, റിസ്ഖ് ഞെരുങ്ങിപ്പോയിട്ടുണ്ട്, അവൻ റസ്സാഖ് അല്ലെങ്കിൽ റാസിഖ് അല്ലെങ്കിൽ വഹാബ് ഇതുപോലുള്ള നാമങ്ങൾ കൊണ്ട് തേടണം. ഒരാൾ തിന്മകളിൽ അകപ്പെട്ടു പോവുകയാണ്, അവന് ഗഫാർ തവ്വാബ് കൊണ്ട് തേടണം. അങ്ങനെയാണ്. മറ്റൊരു ഹദീസ് വഫീ മുസ്നദിൽ ഇമാം അഹ്മദ് വസഹീഹ് അൽ ഹാക്കിം മിൻ ഹദീസ് അബീ ഹുറൈറ വഅനസ് ബിൻ മാലിക് വറബീഅത്ത് ബിൻ ആമിർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അലിദു ബിയാദൽ ജലാൽ വൽ ഇക്റാം യഅനി തഅല്ലഖു ബിഹാ വഅൽസമുഹാ വദാവിമു അലൈഹാ. അലിദു, നിങ്ങൾ സ്ഥിരമായി ധാരാളമായി നിങ്ങൾ പറയുക, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ മഹത്വവും ഉള്ളവനെ, അതുപോലെ ഇക്റാം എല്ലാവിധ ആദരവും ഉള്ളവനെ എന്ന ഈ ലഫ്ള് യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ള പദം ബാക്കിയുള്ള എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകളുടെ ആശയം വരുന്ന ഒരു വാക്കാണ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നത്. അപ്പൊ ദുആയിൽ അള്ളാഹുവിനോട് തേടുമ്പോൾ ദുൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് സ്ഥിരമായി നിങ്ങൾ ധാരാളമായി ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വഫീ ജാമിഇ തിർമിദി മിൻ ഹദീസ് അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഹമ്മഹുൽ അംറു റഫഅ റഅസഹു ഇലസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രധാനപ്പെട്ട ചിന്തയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പോലെ ഒരു ചിന്തയായിട്ട് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കും. വൈദജ്തഹദ ഫി ദുആ, എന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ധാരാളമായി പറയും യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ധാരാളമായി പറയാറുണ്ടായിരുന്നു. കർബിന്റെ സമയത്തും അഥവാ ഞെരുക്കത്തിന്റെ സമയത്തും എന്തെങ്കിലും വ്യാകുലതകളും എല്ലാം ബാധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട ഒരു വാക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഇതും യാദൽ ജലാലി വൽ ഇക്റാം പോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ ഹയ്യ് എന്നുള്ള നാമം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട നാമങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദാത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹുവിലുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ സമഅ് കേൾവി അള്ളാഹുവിലുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ ബസർ അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള കാര്യമാണ്, കാഴ്ച, അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം അൽ ഹയ്യ് എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ
അഫ്ആലിയായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ. ഇപ്പൊ അള്ളാഹു റിസ്ക് നൽകുന്നു, അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു മരിപ്പിക്കുന്നു, അങ്ങനെയുള്ള അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഖയ്യൂം എന്നുള്ള നാമത്തിനകത്തും ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മറ്റെല്ലാ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ളവരെല്ലാം പറയുന്നത്. മറ്റൊരു ഹദീസ് കാണാം, വഫീഹി അയ്ളൻ മിൻ ഹദീസ് അനസ് ബിൻ മാലിക് ഖാല കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഒരു ഞെരുക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഖാല പറയുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ സഹായം ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദുആ ചെയ്യാറുണ്ട്. അപ്പോ ഈ ഹയ്യ ഖയ്യൂം എന്നുള്ള നാമം സഹോദരങ്ങളെ നമുക്ക് എന്തെങ്കിലും ഒരു ബലാവ് ബാധിക്കുമ്പോ, ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ, ഞെരുക്കം ബാധിക്കുമ്പോൾ ധാരാളമായി ഉപയോഗിക്കേണ്ട അള്ളാഹുവിന്റെ നാമങ്ങളാണ്. വഫീ സഹീഹ് ഹാക്കിം മിൻ ഹദീസ് അബീ ഉമാമ عن النبي صلى الله عليه وسلم أنه قال اسم الله الأعظم في 3 سور من القرآن. اسم الله الأعظم ഖുർആനിലെ 3 സൂറത്തുകളിലാണ് ഉള്ളത്. അൽ ബഖറ വ ആൽ ഇമ്രാൻ വ ത്വാഹ, ഈ 3 സൂറത്തുകളിലാണ് എന്ന് പറഞ്ഞു കാണാം. അത് അള്ളാഹ് എന്നുള്ള നാമമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ ഖാസിം ഫൽതമസ്തഹാ ഫഇദാ ഹിയ അൽ ഹയ്യുൽ ഖയ്യൂം, ഈ 3 സൂറത്തുകളിലും ഒരുപോലെ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളതാണ് എന്നും കാണാം. അതുകൊണ്ട് അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നാണ് ഈ കിതാബിന്റെ മുഅല്ലിഫായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത്. എന്തായാലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമങ്ങളെ ഉപയോഗിച്ച് ദുആ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട യാദൽ ജലാലി വൽ ഇക്റാം, അൽ ഹയ്യ് അൽ ഖയ്യൂം. അതുപോലെ നമ്മുടെ ആവശ്യം എന്താണോ ആവശ്യമുള്ള സന്ദർഭത്തിൽ ആ നാമങ്ങൾ ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഖുർആനിൽ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത് പോലെ ഖുർആനിൽ ഏറ്റവും അധികം അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയണം. ഖുർആൻ എടുത്തു നോക്കി ഒരു പേജ് പോലും ഉണ്ടാവില്ല, ഒരു പേജ് അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി പരാമർശിക്കാതെ. ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹുക്ം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നാമം കൊണ്ടായിരിക്കും. മറ്റെന്തിനേക്കാളും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഇനി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറ്റി പറയുന്ന ആയത്തുകൾക്കും സൂറത്തുകൾക്കും മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുമുണ്ട്. ഖുർആനിലെ 3-1 പറയുന്നത് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ്, അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നതാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നാമങ്ങളും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ ധാരാളമായി ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ദുആന് ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകും. അത് ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മറ്റു ചില ദുആകൾ, ഇതുപോലെ എന്തെങ്കിലും ബലാ ബാധിക്കുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉപയോഗിക്കേണ്ട മറ്റു ചില ദുആകൾ പഠിപ്പിക്കുകയാണ്. وفي جامع الترمذي وصحيح الحاكم من حديث سعد بن أبي وقاص عن النبي صلى الله عليه وسلم قال دعوت ذي النون إذ دعا وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين إنه لم يدع بها مسلم في شيء قط إلا استجاب الله له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദഅവതു ദിന്നൂൻ, ദുന്നൂനിന്റെ പ്രാർത്ഥന. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്നൂൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ മത്സ്യം എന്നാണ് അർത്ഥം. ദു എന്നുള്ള വാക്ക് സ്വാഹിബ് എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. അപ്പൊ സ്വാഹിബു നൂൻ, മത്സ്യത്തിന്റെ ആള് എന്ന് പറയുന്നത് ആരെയാണ്? യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, തിമിംഗലത്തിന്റെ മത്സ്യത്തിന്റെ വയറ്റിലായ സമയത്ത് യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ചരിത്രം അറിയുന്നതാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് അത് ഇനി സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ നാട് വിട്ടു പോകാൻ ശ്രമിച്ച സമയത്ത് കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുകയും അവിടെ മത്സ്യം വിഴുങ്ങുകയും ചെയ്ത് വലിയൊരു ഞെരുക്കം. അതുപോലെ തന്നെ അത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മത്സ്യത്തിന്റെ അകത്തിലുള്ള ഇരുട്ട്, അതുപോലെ കടലിന്റെ ഇരുട്ട്, അതുപോലെ രാത്രിയുടെ ഇരുട്ട്, എല്ലാവിധ അന്ധകാരം നിറഞ്ഞിട്ടുള്ള, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു രക്ഷയും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത അങ്ങേയറ്റം ഞെരുക്കം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്താണ് ദുആ?
സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ലം യദ്ഉ ബിഹാ മുസ്ലിമുൻ, ഈ ദുആ കൊണ്ട് ഒരു മുസ്ലിമും ദുആ ചെയ്യുന്നില്ല, ഫീ ഷൈഇൻ ഖത്തു, അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ, ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹു അവന് ഉത്തരം ചെയ്യാതെ. അതായത് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ലഫ്ലുകൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം ചെയ്യും. ദുആ നമുക്കറിയാം പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത്, ദുആ ഉൽ ഇബാദ, ദുആ ഉൽ മസ്അല. ദുആ ഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളിലും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ദുആ. അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സ്വതഖയാവട്ടെ, ഇത് അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ഒരു തേട്ടത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുക. ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ അത് ചോദിച്ചുകൊണ്ടുള്ള ദുആ, അതാണ് ദുആ ഉൽ മസ്അല എന്ന് പറയുന്നത്. ദുആ ഉൽ മസ്അല തന്നെ രണ്ട് രീതിയിലുണ്ട്, സീഗത്തുൽ ത്വലബ് ഉണ്ട്, സീഗത്തുൽ ഖബർ ഉണ്ട്. അതായത് കാര്യം എന്താണോ അത് അതുപോലെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന രീതിക്കാണ് സീഗത്തുൽ ത്വലബ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സീഗത്തുൽ ഖബറാണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് നേരിട്ട് പറയാതെ അതിനെ അറിയിക്കുന്ന മറ്റു പല വാക്കുകളെ കൊണ്ട് തേടുന്നത്, അതാണ് ഈ ദുആ. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്തു ദിന്നൂൻ എന്ന് പറയുന്ന ദുആ സീഗത്തുൽ ഖബറിൽ പെട്ടതാണ്. അല്ലാഹു തആല ഉത്തരം ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ദുആഇന്റെ രൂപം സീഗത്തുൽ ഖബറാണ്. ഇതിലെന്താണ് പറഞ്ഞത്? ഇവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ആവശ്യം എന്താണ്? ആ ഒരു ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്, ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടലാണ്. പക്ഷേ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഈ ദുആഇന്റെ ലഫ്ള് എന്ത് പറഞ്ഞിട്ടില്ല? എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണമേ എന്നല്ല പറഞ്ഞത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ, അത് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ദുആയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് തൗഹീദാണ്. അള്ളാഹുവിന് തൗഹീദിനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചതും ജിന്നു മനുഷ്യരെ സൃഷ്ടിച്ചതും ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, അതിന്റെ സവാബ് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ മുൻനിർത്തി ചോദിക്കുക എന്നുള്ളത് ഏതൊരു ദുആയിലും ആവശ്യമായിട്ടുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതൊരു ഇലാഹില്ല, നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു ഇലാഹില്ല. രണ്ടാമത്തേത് അള്ളാഹുവിന് വളരെയധികം പ്രിയപ്പെട്ടത് അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലുമാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അതിന്റെ വാക്കാണ് സുബ്ഹാനക് എന്ന് പറയുന്നത്. സുബ്ഹാനക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ആരെങ്കിലും ആരോപിക്കുന്ന എന്തെല്ലാം ന്യൂനതകളും കുറവുകളുമുണ്ടോ അതിൽ നിന്നെല്ലാം പരിപൂർണമായി പരിശുദ്ധനാണ് അള്ളാഹു. സുബ്ഹാനക് അതും പറഞ്ഞു. മൂന്നാമത്തേത് അടിമ തന്റെ ദുർബലത ബോധ്യപ്പെടുത്തുകയാണ്, ഇഅ്തിറാഫു ദംബ് എന്ന് പറയും. ഒരടിമ തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്തു പോയി, അത് എനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ് എന്ന് അംഗീകരിക്കൽ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവിടെ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ദുൽമ് ചെയ്തവനിൽ അകപ്പെട്ടു പോയി, ഞാൻ ദുൽമ് ചെയ്തവരിൽ വാലിമീങ്ങളിലായിപ്പോയി എന്ന് സ്വന്തം തെറ്റിനെ, കുറവിനെ, ദുർബലതയെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പറയാം. ഇതിലെന്തില്ല? നീന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള വാക്കില്ല. പക്ഷെ ഈ ദുആ അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ട്. ഫസ്തജാബ ലഹു എന്ന് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അതിന്റെ അനന്തര ഫലമായിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം ഏതൊരു ഖൗമിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് ആ ഖൗമിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നിട്ട് അവർക്ക് മുഴുവൻ ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജനത മാത്രമേ ഉള്ളൂ. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല എന്നതിന്റെ പേരിൽ അവരെ റസൂൽ അവരെ വിട്ടിട്ട് പോയിട്ട് പിന്നെ അവർക്കെല്ലാം ഹിദായത്ത് നൽകിയ ഒരു ഖൗമുണ്ടെങ്കിൽ അത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൂനുസ് നബിയേക്കാൾ ഞാനാണ് ഉത്തമൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന്. യൂനുസ് നബി ചെയ്തത് ഒരു അബദ്ധമായതുകൊണ്ട് തന്നെ അതൊരു കുറവായിട്ടല്ല കണക്ക് കൂട്ടിയിട്ടുള്ളത്, അതിന്റെ അനന്തരഫലം വളരെ വലുതായിരുന്നു. ഈ ദുആ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കർബിന്റെ അവസ്ഥയിൽ, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യമുള്ള അവസ്ഥയിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ അകപ്പെടുന്ന അവസ്ഥയിൽ ധാരാളമായി നമ്മുടെ നാവിൽ ഉച്ചരിക്കേണ്ട, ആ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ഖൽബിൽ ഉള്ളിൽ നിറച്ചുകൊണ്ട് ചോദിക്കേണ്ട വാചകങ്ങളാണ്
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതറിയാത്തവരായിട്ട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ ദുആഇന്റെ മറ്റു ചില പ്രത്യേകതകൾ ഹദീസിൽ കാണാം. വഫി മുസ്തദ്റക് അൽ ഹാക്കിം അയ്ളൻ മിൻ ഹദീസ് സഅദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ അംറുൻ മുഹിമ്മുൻ ഫദഅ ബിഹി യുഫർരിജുല്ലാഹു അൻഹു. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ദിന്നൂൻ എന്ന് പറഞ്ഞു. വഫീ സഹീഹി, അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, അയ്ളൻ അൻഹു അന്നഹു സമിഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, ഹൽ അദുല്ലുകും അലാ ഇസ്മില്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന്റെ മഹത്തായ നാമം ഞാൻ അറിയിക്കട്ടെയോ? ഈ ഹദീസ് മത്റൂക്കായതാണ്, വായിക്കുന്നില്ല. വഫീ സഹീഹൈൻ, മറ്റൊരു ഹദീസ്, മറ്റൊരു ദുആ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ദുആ, من حديث ابن عباس أن رسول الله صلى الله عليه وسلم كان يقول عند الكرب, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം എല്ലാം ഞെരുക്കം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന മറ്റൊരു ദുആ ആണിത്. എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അസീമുൽ ഹലീം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അല്ലാഹു അതിമഹത്വമുള്ളവനാണ്, അതുപോലെ ഹലീമാണ്, ഹിൽമുള്ളവനാണ്, അങ്ങേയറ്റം അവധാനതയുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അർശിന്റെ റബ്ബാണ്. ഈ അർശിന്റെ റബ്ബ് എന്നുള്ള ലഫ്ദ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് എന്ത്? അർശ്. അർശിനേക്കാൾ വലിയ ഒരു സൃഷ്ടിയില്ല, ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ്. അപ്പൊ അർശിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിന്റെയും റബ്ബ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഏഴ് ആകാശത്തിന്റെയും ഭൂമിയുടെയും കരീമായ അർശിന്റെയും റബ്ബാണ് എന്ന ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പരിശീലിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഞെരുക്കമുള്ള സന്ദർഭത്തിൽ ഇതൊന്ന് നമ്മൾ ചെയ്തു നോക്കിയാൽ അതിന്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മാറ്റം, നമ്മുടെ ഖൽബിനുണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ലഫ്ള് കാണാം, വഫീ മുസ്നദിൽ ഇമാം അഹ്മദ് മിൻ ഹദീസ് അലി ഇബ്നു അബി ത്വാലിബ് ഖാല അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല ബി കർബുൻ അൻ അഖൂല. അലി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു, എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ചു കഴിഞ്ഞാൽ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി വ തബാറകല്ലാഹു റബ്ബുൽ അർശിൽ അസീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ഹലീമാണവൻ, കരീമാണവൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വ തബാറകല്ലാഹ്, എല്ലാവിധ ബറക്കത്തും നിറഞ്ഞവനാണ്. റബ്ബുൽ അർശിൽ അസീം, മഹത്തായ അർശിന്റെ റബ്ബാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാവിധ ഹംദും അല്ലാഹുവിനുള്ളതാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇതുപോലെ ദുആകൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. പല ആളുകൾക്കും ഇന്നറിയില്ല, മുസ്ലിമീങ്ങൾ, അവർക്ക് ഇതറിയില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ച് അവരുടെ ജീവിതം ഒരു അസ്വസ്ഥമാവുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിച്ച് അതിനുള്ള ഗുളികകൾ കഴിച്ച് അതുകൊണ്ടുള്ള അനന്തരഫലം പിന്നെ അനുഭവിക്കേണ്ടി വരികയാണ്. ഖൽബിന്റെ രോഗങ്ങൾക്ക് ഖുർആനിനേക്കാളും അള്ളാഹുവിനോട് ദുആഇനേക്കാളും നല്ല ശിഫ ഇല്ല മനസ്സിന്റെ രോഗങ്ങൾക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾക്ക് ഞെരുക്കങ്ങൾ ദുനിയാവിൽ ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവിൽ എന്തെങ്കിലും ഞെരുക്കങ്ങൾ ഉണ്ടാകാതെ സുഗമമായി പോവുക എന്നുള്ളത് ദുനിയാവിന്റെ നിയമത്തിൽപ്പെട്ട കാര്യമല്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ബലാ നിറഞ്ഞതാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് മടങ്ങുന്നു, അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നതാണ് വിഷയം. ഇനി ഈ വിഷയത്തിൽ വന്ന മഹത്തായിട്ടുള്ള ഒരു ദുആ ആണ്. ഈ ദുആഇനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ ആ ഒരു അർത്ഥത്തിലാണ്. വഫി മുസ്നദിഹി,
ഹാക്കിം ഇബ്നു ഹിബ്ബാൻ അതുപോലെ അബൂ യഅല ഇബ്നു സുന്നി തബ്റാനി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അഹദുൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ. ഒരാളുമില്ല അവന് ബാധിക്കാണ് ഹമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചുള്ള പേടിക്കാണ് ഹമ്മ് എന്ന് പറയാം. വലാ ഹുസ്നുൻ, ഹുസ്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിനാണ് ഹുസ്ന എന്ന് പറയാം. ഇതൊരാൾക്ക് ബാധിക്കുന്നില്ല. അവൻ എന്നിട്ട് ആ സമയത്ത് പറയാണ്, ഫഖാല, അവൻ പറയും, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മകനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ കുടുമ, എന്റെ നിയന്ത്രണം മുഴുവൻ നിന്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധിയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ലുൻ ഫിയ ഖദാഉക്, നീ വിധിച്ചതെല്ലാം ഏറ്റവും നീതിപൂർവമാണ്. അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഞാൻ നിനക്കുള്ള എല്ലാ നാമം കൊണ്ടും ഞാൻ നിന്നോട് തേടുകയാണ്, അഥവാ അതിനെ മുൻനിർത്തി തേടുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഒരു മലക്കിനോ ഒരു നബിക്കോ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഔ അൻസൽതഹു ഫി കിതാബിക്, അതല്ലെങ്കിൽ നിന്റെ കിതാബിൽ ഇറക്കിയിട്ടുള്ളത്. ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ നിന്റെ അദൃശ്യമായ ജ്ഞാനത്തിൽ നീ മറച്ചു വെച്ചിട്ടുള്ളത്. അൻ തജ്അലൽ ഖുർആനൽ അദീമ റബിയ ഖൽബി, അത് മുൻനിർത്തി ഞാൻ തേടുന്നത് ഖുർആനിനെ എന്റെ ഖൽബിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ ദുഃഖങ്ങളെ ഒഴിവാക്കുന്ന, എന്റെ ഭയപ്പാടുകളെ ഇല്ലാതാക്കുന്നതാക്കി നീ മാറ്റണമേ. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു വഹസനഹു വഅബ്ദലഹു മകാനഹു ഫർഹ. ഇത് ദുആ ചെയ്താൽ അവന്റെ വിഷമം എന്താണോ, അവന്റെ ദുഃഖം എന്താണോ, അതിനെ അള്ളാഹു ഒഴിവാക്കുകയും അതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെ വെക്കും, സന്തോഷത്തെ ആക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ദുആ പഠിപ്പിച്ചപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാ നതഅല്ലമുഹ, ഞങ്ങളത് പഠിക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കണം. ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഞെരുക്കങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഈ ദുആ കൊണ്ട് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത് കേട്ട ആളുകൾ അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ദുആ ആണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു അസർ കൂടി കൊടുക്കുന്നുണ്ട്, മാ കറബ നബിയ്യും മിനൽ അംബിയാ ഇല്ലാ ഇസ്തിഗാസ ബിത്തസ്ബീഹ്, ഒരു നബിക്കും എന്ത് ബാധിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ചിട്ടില്ല തസ്ബീഹ് കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാതെ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും സഹായം തേടാതെ. അപ്പൊ ദുആഇന്റെ ബാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ദുആകൾ, ഒരു ഞെരുക്കം ബാധിക്കുന്ന പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി ചൊല്ലേണ്ട ദുആകൾ കുറച്ച് കൊടുത്തു. ഇനി അടുത്ത ഫസ്ല് പറയുന്നത് മിൻ അസ്റാരി ദുആ, ദുആഇന്റെ രഹസ്യത്തിൽപ്പെട്ടത്, ദുആഇന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണ് അടുത്തത് പറയുന്നത്. ഇതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വിഷയം, വകസീറൻ മാ നജ്ദു അദ്ഇയതൻ ദആ ബിഹാ ഖൗമുൻ ഫസ്തജീബ ലഹും വയകൂനു ഖദ് ഖതറന ബിദ്ദുആഇ ളറൂറത്തു സാഹിബിഹി വഇഖ്ബാലുഹു അലല്ലാഹ്. ദുആ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ദുആഇന് ഉത്തരം ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം എന്നുള്ളത് അവൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നുള്ളതാണ്. അതായത് ചില ആളുകൾക്ക് ഇപ്പൊ രോഗത്തിന് ചികിത്സിക്കുന്ന പോലെ ഒരു 3-4 ആളുകൾക്ക് ഒരേ രോഗം ബാധിച്ചു, ഒരേ മരുന്ന് കൊടുത്തു. ചില ആളുകൾക്ക് അതിൽ രോഗം മാറിയേക്കാം, ചിലർക്ക് അത് മാറുന്നില്ല. അപ്പൊ മരുന്നൊന്നാണ്, രോഗം ഒന്നാണ്, പക്ഷെ അവിടെ രോഗം മാറുന്നില്ല. എന്താണ് കാരണം? അതുപോലെയാണ് ദുആ. ചില ആളുകൾ അവർ ഈ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ദുആഇന്റെ രഹസ്യം എന്താണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. കാരണം ദുആ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട കാര്യം സിദ്ഖുൽ ഇൽതിജാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സത്യസന്ധമായിട്ട്
പൂർണ്ണമായി ആശ്രയിച്ച് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നുള്ള നിലക്ക് മടങ്ങലാണ് അവിടെ ആവശ്യം. അതാണ് അവിടെ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ആ ദുആഇന്റെ അനന്തരഫലം കാണുകയുള്ളൂ. അല്ലാതെ മറ്റാരെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വമിൻ ഹാദാ അന്നഹു ഖദ് യത്തഫഖ ദുആഹു ബിൽതിറാർ ഇൻദ ഖബ്രിൻ ഫയുജാബ്. ചില ആളുകൾ പറയപ്പെടാറുണ്ട്, ഇന്ന ആളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടും. ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതല്ല, ഇന്ന ഒരു സ്വാലിഹായ വ്യക്തിയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടും. ഫയളുന്നുൽ ജാഹിലു അന്ന സിർറ ലിൽ ഖബർ. ജാഹിലായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് അവിടെ രഹസ്യം ഖബറാണ് എന്നുള്ളതാണ്. ഖബറാണ് പ്രത്യേകത മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. പല ഉലമാക്കളുടെയും തർജ്ജമ ജീവചരിത്രം എഴുതുന്നിടത്ത് ചിലർ എഴുതുന്നത് കാണാം, അവസാനത്തിൽ എഴുതും വദുആഉ ഇൻദ ഖബ്രിഹി മുസ്തജാബുൻ. ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലുള്ള ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ദുആഇന്റെ രഹസ്യം അതല്ല. ദുആഇന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ വലം യഅലം അന്ന സിർറ ലിൽതിറാരി വസിദ്ഖിൽ ലജ്ഇ ഇലല്ലാഹി തആല. അള്ളാഹുവിലേക്ക് സത്യസന്ധമായി ഖൽബ് കൊണ്ട് ആവശ്യക്കാരനായി മടങ്ങുക എന്നുള്ളതാണ് ദുആഇന്റെ രഹസ്യം. അല്ലാതെ ഇന്ന ആളുടെ ഖബറിന്റെ അടുക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല. സത്യസന്ധമായിട്ടുള്ള മടക്കം ഖൽബ് കൊണ്ടുണ്ടാകണം. അടുത്ത ഫസ്ല് പറയുന്നത് അദ്ദുആഉ കസ്സിലാഹി. ദുആ എന്നുള്ളത് ഒരു ആയുധം പോലെ, ഒരു വാള് പോലെയാണ്. വൽ അദ്ഇയതു വതഅവ്വുദാതു ബിമൻസിലത്തി സിലാഹ്. അള്ളാഹുവിനോടുള്ള ദുആവും അള്ളാഹുവിനോടുള്ള രക്ഷ തേടലും ഒരു വാള് പോലെ, ഒരു ആയുധം പോലെയാണ്. വസ്സിലാഹു ബിദാരിബിഹി ലാ ബിഹദ്ദിഹി ഫഖത്ത്. വാള് എന്നുള്ളത് മൂർച്ചയുള്ളോട് മാത്രം എന്താവൂല, നല്ല മൂർച്ചയുള്ള വാളുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഇല്ല. അത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. فمتى كان السلاح سلاحا تاما لا آفة به والساعد ساعد قوي والمانع مفقود حصلت به النكاية في العدو ومتى تخلف واحد من هذه الثلاثة تخلف التأثير. ആ ഒരു വാള് അതിന് മൂർച്ചയുണ്ടാകണം, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയണം, അത് യഥാർത്ഥ രൂപത്തിൽ കൊള്ളേണ്ടത് കൊള്ളിക്കാനും അറിയണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവിടെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അതല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കില്ല. എന്നിട്ട് പറയാണ് ഫഇദാ കാന ദുആഉ ഫീ നഫ്സിഹി ഗൈറ സാലിഹിൻ. ആ ദുആ എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യത്തിനല്ല എന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല. ഔ ദാഇ ലം യജ്മഅ ബൈന ഖൽബിഹി വലിസാനിഹി ഫി ദുആ. നീ ദുആ ചെയ്യുന്നവൻ അവന്റെ നാവിനെയും ഖൽബിനെയും ഒരുമിപ്പിച്ചില്ല എങ്കിൽ ദുആഇന് ഗുണമുണ്ടാവില്ല. ഔ കാന തമ്മ മാനിഉ മിനൽ ഇജാബ ലം യഹ്സുൽ അസർ. ആ ദുആ തടയപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അപ്പോഴും അനന്തരഫലം ലഭിക്കില്ല. അതായത് ദുആ എന്നുള്ള വാള് അത് മൂർച്ച മാത്രം പോരാ, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം, അത് എവിടെ കൊള്ളിക്കണം എന്നറിയണം. എന്നാൽ മാത്രമേ അത് ഉത്തരം ചെയ്യുകയുള്ളൂ. അതിന് തടസ്സമായിട്ടുള്ള ഇതുപോലെയുള്ള പല കാര്യങ്ങൾ വന്നാൽ ദുആ കൊണ്ട് ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത ഫസ്ല് വളരെ അറിയപ്പെട്ട ഒരു മസ്അലയാണ് ബൈന ദുആഇ വൽ ഖദർ. ഖദറും ദുആവുമായിട്ടുള്ള ബന്ധം. അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഖദറും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഹാ ഹുനാ സുആലുൻ മശ്ഹൂറുൻ. ഇത് അറിയപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു മസ്അലയാണ്. ഈ ഖദർ അത് എല്ലാം തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇത് ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സവാഉൻ സഅലഹുൽ അബ്ദു ഔ ലം യസ്അൽ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒരുപോലെയല്ലേ, അള്ളാഹു ഖദറാക്കിയതല്ലേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത്. അദ്ദേഹം പറയാണ് ഫവന്ന ത്വായിഫത്തുൻ സിഹ്ഹത ഹാദ സുആൽ ഫതറക ദുആ. ചില കൂട്ടർ ഈ ചോദ്യം ശരിയാണെന്ന് വെച്ച് അവർ ദുആ ഒഴിവാക്കും. അവർ പറയും ലാ ഫായിദത ഫീ. ദുആ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഖദറാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവർ ഏറ്റവും വലിയ വഴികേടിലാണ്, ജഹലിലാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അവരോട് ഇങ്ങനെയുള്ള ഇത് പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയുഖാലു ലിഅഹദിൻ, ചോദിക്കേണ്ടത് ഇൻ കാന ശിബഉ വദ്ദിയു ഖദ് ഖുദ്ദിറ ലക് ഫലാ ബുദ്ദ മിൻ വുഖൂഇഹിമാ. വിശക്കുക, ദാഹിക്കുക എന്നുള്ള അവസ്ഥ എന്തായാലും എന്താണ്, ഖദറാക്കപ്പെട്ട കാര്യമാണ്, എന്തായാലും സംഭവിക്കും. അകൽത ഔ ലം തഅകുൽ. നീ കഴിക്കോ, ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കോ, എന്തായാലും വിശപ്പ് ഇതും തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ വിശപ്പില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പട്ടിണി ഇല്ലാതിരിക്കാൻ നീ ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കോ. വഇല്ലം യുഖദ്ദിറ ലം യഖഅ അകൽത ഔ ലം തഅകുൽ. നീ അത് വിധിച്ച കാര്യമാണെങ്കിൽ നീ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് വരുമല്ലോ.
വിശപ്പുണ്ടാവുക എന്നുള്ളത് എന്തായാലും വിധിച്ച കാര്യമാണ്. പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം? അത് വിധിക്കപ്പെട്ടതാണെങ്കിൽ അത് എന്തായാലും സംഭവിക്കും. പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിനക്ക് കുട്ടി ഉണ്ടാവണം എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പിന്നെ നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നിനക്ക് ഒഴിവാക്കിക്കൂടെ? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. വൈലം യുഖദ്ദിർ ലം യകുൻ ഫലാ ഹാജത ഇലാ തസവ്വുജ് വതസ്തി വഹലു മജറൻ. നിനക്ക് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അപ്പോഴും നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വിവാഹ ബന്ധമോ ഒരു സ്ത്രീ പുരുഷ ബന്ധമോ അതിന്റെ ഒന്നും ആവശ്യം നിനക്ക് വരുന്നില്ല. കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഈ വാദം ഏറ്റവും വലിയ അബദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ് ഖദറാക്കി എന്നതുകൊണ്ട് ദുആ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത്. കാരണം ജന്തുജീവജാലങ്ങൾ പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സബബുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാദങ്ങൾ പറയുന്നവർ ഒരു മൃഗത്തിനേക്കാളും ബുദ്ധിയില്ലാത്ത ആളുകളാണ് എന്ന് പറയാണ്. എന്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. മറ്റു ചിലർ ഈ വിഷയത്തിൽ പറയുന്ന ഒരു വാദം, അഥവാ ദുആവും ഖദറുമായി ബന്ധത്തിൽ പറയുന്ന മറ്റു ചിലർ പറയുന്ന വാദം, അവർ ഇവരെക്കാൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ്. അവർ പറയും അൽ ഇസ്തിഗാലു ബിദ്ദുആഇ മിൻ ബാബി തഅബ്ബുദിൽ മഹ്ദി യുസീബുല്ലാഹു അലൈഹി ദാഇ മിൻ ഗൈരി അൻ യകൂന ലഹു തഅ്സീറുൻ ഫിൽ മത്ലൂബി വജ്ഹിൻ മാ. ദുആ ചെയ്യുക എന്നുള്ളത് വേറൊരു ഇബാദത്താണ്. അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നോ ഇല്ല എന്നോ ഇല്ല. ദുആ ചെയ്യുക എന്നുള്ളത് വേറെ ഇബാദത്താണ്. ആ ദുആ ചെയ്തതിന് വേറെ പ്രതിഫലം കൊടുക്കും. പക്ഷേ അത് ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു കാര്യമാണെന്ന് പറഞ്ഞേ കാണാം. ഈ ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞ എന്താണ്? ദുആ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ്, സംഭവം അവിടെ നടക്കും. പക്ഷെ ദുആ വേറൊരു ഇബാദത്താണ്. അപ്പൊ അത് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപോലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ മറ്റ് ചില ആളുകൾ, ഇവരെക്കാൾ ഒന്നുകൂടി ബുദ്ധിയുള്ള ആളുകൾ, അവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൽ ദുആഉ അലാമത്തുൻ മുജറദത്തുൻ നസബഹു അല്ലാഹു സുബ്ഹാനഹു അമാറത്തൻ അലാ ഖദാഇൽ ഹാജ. ഒരാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ് ദുആ. അതായത് فمتى وفق الله العبد للدعاء كان ذلك علامة له وأمارة على أن حاجته قد قضيت. ഒരു കാര്യം, അവന്റെ ആവശ്യമുള്ള ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അടയാളമായിട്ടുള്ള കാര്യമാണ് ദുആ ചെയ്യുക. അതായത് ദുആ ചെയ്തുകൊണ്ട് ഇത് കിട്ടി എന്നുള്ളതല്ല, ഇതവിടെ തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ ഒരു അടയാളമായിട്ടാണ് ഇത് ദുആ ചെയ്തത്. ഉദാഹരണത്തിന് ഇപ്പോ ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു മൂടുന്നത് എന്തിന്റെ അടയാളമാണ്? മഴ വരുന്നത് എന്തിന്റെ അടയാളമാണ്? അതുപോലൊരു അടയാളം മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ. ഉദാഹരണത്തിന് അവരുടെ വാദത്തിന്റെ ഒരു അപകടം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അള്ളാഹിനെ ആളുകൾ അനുസരിക്കുന്നത്, ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതുമായിട്ടൊരു ബന്ധവുമില്ല, അത് ഒരു അടയാളം മാത്രമാണ് എന്ന് നിലക്ക് പറയാം. ഇങ്ങനെ ആളുകൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു സാധനം പൊട്ടിക്കലും ആ സാധനം തന്നെ പൊട്ടലും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം കത്തിക്കലും തന്നെ കത്തിപ്പിടിക്കലും ഒരുപോലെയാണ്. അതായത് പ്രത്യേകിച്ച് വേറൊരു ഫലവും ദുആഇന് അതിലില്ല എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ഇതെല്ലാം തെറ്റായിട്ടുള്ള പിഴച്ച വാദങ്ങളാണ്. ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഖദറാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സബബുകളുടെ അടിസ്ഥാനത്തിലാണ്, കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പൊ നമ്മള് വിശപ്പ് മാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഭക്ഷണം കഴിക്കണം. ഒരു കുട്ടി ജനിക്കണം, അതിനുള്ള കാരണം എന്താണ്? ഒരു ഭാര്യാഭർത്തൃ ബന്ധം അവിടെ ഉണ്ടായിരിക്കണം, ഒരു സ്ത്രീ പുരുഷ ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള സബബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഈ സബബ് നിർബന്ധമല്ല. അള്ളാഹുവിന് കാര്യം നടത്താൻ ഈ സബബ് നിർബന്ധമല്ല. ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടുള്ള സബബുകൾ അങ്ങനെയാണ്. വമിൻ അസ്ബാബിഹി അദ്ദുആ, അതുപോലെ കാര്യം നടക്കാനുള്ള ഒരു സബബാണ് ദുആ എന്ന് പറയുന്നത്. ഫലം യുഖദ്ദറ മുജറദൻ അൻ സബബിഹി വലാകിൻ ഖുദ്ദിറ ബിസബബിഹി. അല്ലാഹു തആല ചില കാര്യങ്ങൾ അവിടെ ഖദറാക്കിയിട്ടുള്ളത് അതിന്റെ സബബായ ദുആ കൊണ്ടാണ്. എളുപ്പമാണ് മനസ്സിലാക്കാൻ. അപ്പോ ഭക്ഷണം വിശക്കുന്നവൻ അവൻ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നുണ്ട്. അപ്പൊ വിശപ്പ് മാറാനുള്ള സബബ് എന്താണ്? ഭക്ഷണം കഴിക്കലാണ്. അപ്പൊ ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ ഒരാൾക്ക് നേടാൻ ലഭിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള സബബ് എന്താണ്? ദുആ ആണ്. അള്ളാഹു വെച്ചിട്ടുള്ള സബബ് ദുആ ആണ്.
അതാണ് ഇവിടെ പറഞ്ഞത്. എപ്പോഴാണോ ഒരു അടിമ ഈ സബബ് കൊണ്ട് വരുന്നത് അവിടെ ആ ഖദറാക്കപ്പെട്ട് സംഭവിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാണ്. ഇപ്പോ രോഗം വന്നാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള അതിന് സബബായിട്ട് അതിന് ചികിത്സ ചെയ്തു, മരുന്ന് കഴിച്ചു, രോഗം മാറി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ രോഗം ശിഫ ആവാനുള്ള സബബായിട്ട് ഈ മരുന്ന് കഴിച്ചു, രോഗം മാറി. അതുപോലെ തന്നെ ഒരാൾ രോഗം വന്നു, അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ആ രോഗം മാറി. അപ്പോ രോഗത്തിന് മരുന്ന് കഴിച്ചതുപോലെ ഒരു സബബാണ് ഈ ദുആ എന്നുള്ളത്. മരുന്ന് പോലെ തന്നെയുള്ള സബബാണ് ദുആ. നമുക്ക് മരുന്ന് എന്നുള്ളത് അതിന്റെ ഫലം നമ്മൾ ശരീരത്തിൽ കാണുന്നു, അതിന്റെ അനന്തരഫലം അറിയുന്നു. അതുകൊണ്ട് നമുക്ക് എന്താവുന്നുണ്ട്? അതിൽ സമാധാനവും വിശ്വാസവും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദുആ അതിനേക്കാൾ ശക്തമാണ് ദുആ എന്നുള്ളത്. നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ അതിന് ശക്തിയില്ലാത്തത്. അപ്പൊ അങ്ങനെയാണ് ദുആ ഒരു സബബാണ്. ഇനി ഒരു അടിമ സബബ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ തീരുമാനിക്കപ്പെട്ട കാര്യം ഉണ്ടാവുന്നില്ല. ആ രോഗത്തിന് സബബ് ദുആ ആണ് വെച്ചിട്ടുള്ളത്. ആ ദുആ എന്നുള്ള സബബ് അടിമ കൊണ്ടുവരുന്നില്ല എങ്കിൽ ആ മഖ്ദൂറാകപ്പെട്ട കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. വഹാദാ കമാ ഖുദ്ദിറ അശ്ശിബഉ വദിയു ബിൽ അക്ൽ വശുർബ് വഖുദ്ദിറ അൽവലദ് ബിൽ വത്ബ് വഖുദ്ദിറ ഹുസൂലു അസ്സർഇ ബിൽ ബദർ വഖുദ്ദിറ ഖുറൂജ് നഫ്സ് ഹൈവാൻ ബിൽ ദബ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. وكذلك قدر دخول الجنة بالاعمال. അതുപോലെ തന്നെ അല്ലാഹു ഖദറാക്കിയതാണ് സ്വർഗ്ഗപ്രവേശനം സൽക്കർമ്മങ്ങൾ കൊണ്ടും വദുഖൂലുൻ നാരി ബിൽ അഅമാൽ, നരകപ്രവേശനം അവന്റെ മോശമായ കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ദുആവും അതുപോലെ തന്നെ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള അതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ദുആ എന്നുള്ളത് ഒരു സബബാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലമ്മാ കാന അസ്സഹാബത്തു അഅലമൽ ഉമ്മത്തി ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും ഏറ്റവും അധികം അറിവുള്ള സഹാബികൾ, വഅഫ്ഖഹും ഫീ ദീനിഹി, ദീനിൽ ഏറ്റവും കൂടുതൽ ഫിഖ് ഉള്ളവർ, കാനു അഖ്വമ ബിഹാദ സബബി വശുറൂതിഹി വആദാബിഹി മിൻ ഗൈരിഹിം, അവർ ഈ സബബിനെ, ദുആ എന്നുള്ള സബബിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യസ്തൻസിറു ബിഹി അലാ അദുവ്വിഹി വകാന അഅ്ളമു ജുൻദിഹി ബിഹി വകാന യഖൂലു ലിഅസ്ഹാബിഹി. ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം ഭരണകാലത്ത് സൈന്യമുണ്ടായിരുന്ന, ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷെ എന്നിട്ടും തന്റെ സഹാബിമാരോട്, തന്റെ കീഴിലുള്ള ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലസ്തും തുൻസറൂന ബികസ്റ, നിങ്ങൾ കുറെ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ സഹായിക്കപ്പെടുന്നത്, വഇന്നമാ തുൻസറൂന മിനസ് സമാ, നിങ്ങൾ സഹായിക്കപ്പെടുന്നത് എവിടുന്നാണ്? ആകാശത്ത് നിന്നാണ്. അഥവാ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അത് നടക്കുക. കേവലം ഭൗതികമായ സബബുകൾ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സഹായകമാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വകാന യഖൂൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മദ് ദുആ, ഉത്തരം ചെയ്യപ്പെടുമോ എന്നുള്ളതല്ല എന്റെ ചിന്ത, ദുആ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചിന്ത. ഫൈദാ ഉൽഹിംതുമുദ് ദുആ ഫഇന്നൽ ഇജാബത മഅഹു, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവും അതിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. കാരണം ആ ദുആ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. ദുആ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അത് സബബായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മഖ്ദൂർ അവിടെ ഉണ്ടാകും. ഫമൻ ഉൽഹിമ ദുആ, ദുആ ചെയ്യാൻ ആർക്കാണോ തൗഫീഖ് ലഭിക്കുന്നത്, ഫഖദ് ഉരീദ ബിഹിൽ ഇജാബ, അവന് ഉത്തരം ചെയ്യപ്പെടാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫഇന്ന അല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. വഖാല വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി, എന്നെ കുറിച്ച് നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിത് അവരുടെ അടുത്തുണ്ട്, അവരെന്നോട് ദുആ ചെയ്യട്ടെ, എന്നോട് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം ചെയ്യും. ഇത് സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്താണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ 86, 183 മുതൽ 87, 88 വരെയുള്ള ആയത്തുകൾ ചർച്ച മൊത്തം നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ചിട്ടാണ്. അതിന്റെ ഇടയിലാണ് അല്ലാഹു തആല ഈ ആയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, റമളാൻ എന്നുള്ളതും നോമ്പുകാരൻ എന്നുള്ളതും ദുആഇന് ഉത്തരം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയവും അവസ്ഥയുമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക, ദുആ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്, അത് ഉത്തരം ചെയ്യപ്പെടുന്നത്.
ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ഫഹാദാ യദുല്ലു അലാ അന്ന റിദാഅഹു ഫീ സുആലിഹി വ തആഅതിഹി. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുമാണ്. വഇദാ റദിയ റബ്ബു തബാറക വതആല ഫകുല്ലു ഖൈരിൻ ഫീ റിദാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുകയാണെങ്കിൽ എല്ലാ നന്മയും അതിലാണുള്ളത്. കമാ അന്ന കുല്ല ബലാഇ വ മുസീബത്തിൻ ഫീ ഗളബിഹി വ മഅസിയതിഹി. എല്ലാവിധ ബലാകളും അതുപോലെ മുസീബത്തുകളും അള്ളാഹുവിന്റെ കോപത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലുമാണ് ഉള്ളത്. വഖദ് ദക്കറ ഇമാം അഹ്മദ് ഫീ കിതാബി സുഹദ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ പറഞ്ഞു അസറൻ, ഒരു അസറിൽ അനല്ലാഹ്, അള്ളാഹു പറയാൻ ഞാനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാതെ ഒരു ഇലാഹില്ല. ഇദാ റദീതു ബാറക്തു, ഞാൻ തൃപ്തിപ്പെട്ടാൽ ഞാൻ അവന് ബറക്കത്ത് നൽകും. വലൈസ ലി ബറകതി മുൻതഹ, എന്റെ ബറക്കത്തിന് ഒരു അവസാനമില്ല. വഇദാ ഗദബ്തു ലഅൻതു, ഞാൻ കോപിച്ചാൽ ഞാൻ ശപിക്കുന്നതാണ്. വലഅനതി തബ്ലുഗു സാബിഅ മിനൽ വലദ്, എന്റെ ശാപം അവന്റെ 7ാം തലമുറയിലുള്ള കുട്ടിക്ക് വരെ ബാധിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ടൊരു അസർ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ കൊടുത്തത് കാണാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് വലഖദ് ദല്ല അൽ-അഖ്ലു വൻ-നഖ്ലു വൽ-ഫിത്രതു വതജാരിബുൽ ഉമം. ബുദ്ധി കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഒരാളുടെ ഫിത്രത്ത് കൊണ്ടും മുൻഗാമികളിൽ നിന്നുള്ള അനുഭവം കൊണ്ടും അറിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അൽ-ഇഖ്തിലാഫ് അജ്നാസിഹ വ മിൽഹ വ നിഹ്ലിഹ അലാ അന്ന അത്തഖറുബ ഇല റബ്ബിൽ ആലമീൻ വ طلب مرضاته والبر والإحسان إلى خلقه من أعظم الأسباب الجالبة لكل خير. എല്ലാ നന്മയും ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവിധ ഷർറിനും കാരണമാകുന്നതാണ്. فمستجلبت نعم الله تعالى واستدفعت نقمته بمثل طاعته وتقرب إليه والإحسان إلى خلقه. അള്ളാഹു തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും സൃഷ്ടികൾക്ക് നന്മ ചെയ്യുകയും വേണം. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ കോപത്തെ തടയണമെങ്കിലും അള്ളാഹുവിനുള്ള അനുസരണവും ഈ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. وقد رتب الله سبحانه حصول الخيرات في الدنيا والآخرة وحصول الشرور في الدنيا والآخرة في كتابه على الأعمال الترتيب الجزاء على الشرط والمعلول على العلة والمسبب على السبب. ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ നന്മകൾ ലഭിക്കുന്നത് പകരം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് ധാരാളം ഖുർആനിൽ കാണാൻ സാധിക്കും. അതിന് ചില ആയത്തുകൾ കൊടുക്കുകയാണ്. ചില സബബ് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു തആല പറയുന്നുണ്ട് ഫലമ്മാ അതൗ അമ്മാ നുഹു അൻ ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിയീൻ. നാം അവരോട് വിരോധിച്ച കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ അവരെ കുരങ്ങന്മാരായിക്കൊള്ളാൻ നാം പറഞ്ഞു. സൂറത്തുൽ അറാഫിലെ 166-ാമത്തെ ആയത്താണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോൾ അവരെ മേലെ ശിക്ഷ ഇറങ്ങി. ഫലമ്മാ ആസഫൂന ഇൻതഖംനാ മിൻഹും, നമ്മളെ അവർ പ്രകോപിപ്പിച്ചപ്പോൾ അവരുടെ മേലെ നമ്മുടെ കോപമുണ്ടായി. അതുപോലെ മറ്റൊരായത്ത് സൂറത്തുൽ മാഇദയിലെ 38-ാമത്തെ ആയത്ത് വസ്സാരിഖു വസ്സാരിഖതു ഫഖ്ദഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ. കട്ടെടുക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് ശിക്ഷയായി കൈ മുറിച്ചു കളയാൻ പറഞ്ഞു. ഇതുപോലെ പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയ്ക്ക് നന്മ ലഭിക്കുമെന്നും തിന്മയ്ക്ക് അതിന്റെ ദോഷം ലഭിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില രീതിയിൽ ഷർത്ത് ജസാ, അറബി ഭാഷയുടെ ചില രീതികളാണ് പറയുന്നത്. ഇന്നതുണ്ടായാൽ ഇന്നത് നൽകുമെന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞു ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ഒരു ഫുർഖാൻ ലഭിക്കും. നിങ്ങളുടെ തിന്മകൾ അള്ളാഹു പുറത്തു നൽകും, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും. അതുപോലെ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അള്ളാഹു തആല വേറെ രീതിയിൽ പ്രതിഫലം നൽകുന്നതുകൊണ്ട് ആശയത്തിൽ പറഞ്ഞു ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട്. ഇങ്ങനെ ധാരാളം രീതിയിൽ നന്മ ചെയ്തവർക്ക് നന്മയും അതുപോലെ തന്നെ തിന്മ ചെയ്തവർക്ക് തിന്മയും ജസാ ആയിട്ട് പ്രതിഫലമായിട്ട് ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇനി ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, അവർ അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖദറിനെ ആശ്രയിക്കും. ഖദറിനെ ബലമേൽപ്പിച്ചുകൊണ്ട് ആ ഖദർ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ള നിലയ്ക്ക് ആശ്രയിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ ഒരു മസലയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.